ഹലോ, എല്ലാവർക്കും നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തനി നാടൻ കപ്പ കുഴച്ചതാണ് ഉണ്ടാക്കുന്നത്. പല സ്ഥലങ്ങളിൽ ഇവനെ പല പേരിൽ അറിയപ്പെടും. കപ്പ വേവിച്ചത്, കപ്പപ്പുഴുക്ക് എന്നൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ 1 കിലോയ്ക്ക് അടുത്തോളം കപ്പ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ കപ്പ അരിഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ അരിഞ്ഞ കപ്പ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം വേണം നമ്മൾ തിളപ്പിക്കാൻ വെക്കാൻ. അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് കപ്പ അരിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ കപ്പയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് കവർ ചെയ്ത് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന ടൈമിലേക്ക് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. നമ്മളിവിടെ തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. അരമുറി ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. അതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് നന്നായിട്ട് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലെ വെള്ളം ഒന്ന് ഊറ്റി മാറ്റാം. വെള്ളമൊക്കെ ഫുള്ളായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഞാനൊരു തവി വെച്ചിട്ട് ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കഷ്ണമായിട്ടൊക്കെ ഉള്ള ആ കപ്പയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കപ്പയിൽ ചേർത്ത് കൊടുത്ത ഉപ്പ് നമ്മൾ ഈ അരപ്പ് ചേർക്കുമ്പോൾ ബാലൻസ് ആകത്തില്ലെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന ടൈമിൽ അരപ്പിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ അരപ്പിട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് ഫുള്ളായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത് യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ പുറത്തേക്ക് കുറച്ച് വറ താളിച്ചും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കപ്പ റെഡിയാകും. അപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആയിരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1/4 സ്പൂൺ കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വറ താളിച്ചത് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ കപ്പ കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫിഷ് കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. നോൺ വെജ് മാത്രമല്ല, നല്ല അടിപൊളി ഉള്ളിച്ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. ഇനി വെറുതെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഈ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൊടുക്കാം, കണ്ടു നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പ കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെഡിയാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്